അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ എനിക്ക് സെക്കൻഡ് ഇൻ്റേണൽ എക്സാം എടുക്കാനായി. അപ്പോൾ ഞാൻ ഒരു സാധനം ഇതുവരെ പഠിച്ചിട്ടില്ല. എന്തെങ്കിലും ഒന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ ഞാൻ തോൽക്കുന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ആ ഒരു പേടി കാരണം ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാണ്ട് ഞാൻ പെട്ടെന്ന് ലൈബ്രറിയിലോട്ട് വന്ന് അവിടെ നിന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ബുക്ക് നോക്കുന്ന പോലെയാണ്. എന്താ ഒരു കഷ്ടപ്പാട് എഴുതാനൊക്കെ അറിയാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഇത്തിരി മിൽമ പ്ലസ് ഒക്കെ കുടിച്ച് നല്ല ചില്ലായിട്ട് പഠിക്കാം. പിന്നെ എന്നത്തെയും പോലെ ഞാൻ നോട്ട്സ് ഉണ്ടാക്കിയിട്ടാണ് കൂടുതൽ പഠിക്കാറ്. കൂടുതലെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഡെയിലി പഠിക്കുന്ന ആളാണ്. അല്ല, എനിക്ക് ഡെയിലി പഠിക്കാത്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. കുത്തിയിരുന്ന് പഠിക്കുന്നതിന് പണി. എനിക്ക് കൈ പെട്ടെന്ന് ഡ്രൈ ആവുന്നതുകൊണ്ട് ഞാനിങ്ങനെ ഹാൻഡ് ക്രീമൊക്കെ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ലൈബ്രറിയിൽ ഒരു അത്യാവശ്യം പഠിച്ചൊക്കെ കഴിഞ്ഞ് ഏകദേശം ആയപ്പോൾ പിന്നെ ഞാൻ നേരെ ഹോസ്റ്റലിലോട്ട് വന്ന് എനിക്ക് പിന്നെ അവിടെ നിന്ന് ഇരിക്കപ്പോറില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഹോസ്റ്റലിലോട്ടൊക്കെ വന്ന് എനിക്ക് പിന്നെ എൻ്റെതായ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ശീലമുണ്ടോ? പൈലപ്പ് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ടെൻഷൻ അടിച്ച് പഠിക്കുന്ന ശീലം. ഞാൻ ഫസ്റ്റ് ഇയറിൽ നല്ല അന്തസ്സായിട്ട് അത് നിൽക്കുന്ന പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു. പക്ഷേ സെക്കൻഡ് ഇയർ എത്തിയപ്പോൾ എന്തൊക്കെയോ ആ ഒരു സ്വഭാവങ്ങൾക്ക് മാറ്റമൊക്കെ വന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ നല്ല അനുഭവിക്കുന്നുണ്ട്. പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് ഞാനൊരു ബൗണ്ടിയൊക്കെ കഴിച്ചിട്ട് മനസ്സിനെ സമാധാനപ്പെടുത്തി ഉറങ്ങി.